ഹലോ, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ്. ഞാനിത് പച്ചച്ചീര വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് പച്ചച്ചീര ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അരപ്പുണ്ട് കേട്ടോ. പച്ചമുളകും തേങ്ങയും കൂടെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചതച്ചെടുക്കുകയാണ് കേട്ടോ പച്ചമുളകും തേങ്ങയും കൂടെ. ഇതൊക്കെ ഇട്ട് നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചീരയും തേങ്ങയും ഒക്കെ കൂടെ നന്നാക്കി മിക്സാക്കി കക്കരിക്ക സാലഡൊക്കെയാണ് എല്ലാവരും സാധാരണ എടുക്കലത്. ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കക്കരിയുടെ ഉപ്പേരി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. അങ്ങനെ കക്കേരി ഉപ്പേരി വെക്കാൻ വേണ്ടി ഞാനിത് ചെറുതാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട്. വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്കാണ് കക്കേരി ഇട്ടെടുത്ത്. അതിൽ പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് അതവിടെ അടച്ച് വെച്ച്. പിന്നെ നമ്മളെ ഉച്ചക്കത്തെ സ്പെഷ്യൽ നമ്മളെ പഞ്ചാര മാങ്ങ, നല്ല പഴുത്ത പഞ്ചാര മാങ്ങ കറി. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കൊണ്ടിട്ട് അരപ്പ് തേങ്ങയും നല്ല ജീരകവും ഒക്കെ അരച്ച് ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പഴുത്ത മാങ്ങൻ്റെ മാങ്ങാക്കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഒന്ന് വറവിട്ടെടുക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറവിട്ടെടുത്ത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ 3 ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട്, പണ്ടൊക്കെ നമ്മൾ ഉമിയിട്ടിട്ടാണ് മയക്കൽ. അപ്പോൾ അവരറിഞ്ഞു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്താ കഞ്ഞിവെള്ളം 3 ചട്ടിയിലും കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കനമുള്ള ചട്ടിയാണ്. നമ്മൾ കക്കരിക്കൻ്റെ ഉപ്പേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചീര ഇവിടെ ആയിന്. ഇപ്പം ഇതാ നമ്മളെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ പോവാണ്. നമ്മളെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് കേട്ടോ ഇന്ന്. പിന്നെ ചീര. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മളെ കക്കരിക്കയുടെ ഉപ്പേരി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം.